നമസ്കാരം. നമ്മുടെ പാകിസ്ഥാൻ ആർമിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അഹമ്മദ് ഷെരീഫ് ചൗധരി എന്ന് പറയുന്ന നേതാവ്, അതിൻ്റെ ഓഫീസർ, അതായത് ഡയറക്ടർ ജനറൽ ലഫ്റ്റനൻറ്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി എന്ന് പറയുന്ന ഒരാൾ വളരെ വിവാദകരമായ ഒരു പരാമർശവുമായി ഇതാ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യക്കെതിരായിട്ടാണ് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ. അതായത് അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അഫ്ഗാൻ പ്രതിനിധികൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തി, നമ്മുടെ രാജ്യത്തേക്ക് എത്തുകയും അപ്പോൾ അങ്ങനെ അഫ്ഗാനിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഫ്ഗാൻ താലിബാൻ മന്ത്രിയായിരിക്കുന്ന മൗലവി അത്തുള്ള ഒമാരി ഒരു പ്രസ്താവന നടത്തി. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരേ DNA ആണ് പങ്കുവയ്ക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന ഈ ഇതിൻ്റെ താലിബാൻ്റെ കാർഷിക മന്ത്രി മൗലവി അത്തുള്ള ഒമാരി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രസ്താവനയോടനുബന്ധിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഈ പ്രസ്താവന വന്നതിന് ശേഷമാണ് ഈ രീതിയിൽ നമ്മുടെ ചൗധരി, അതായത് അഹമ്മദ് ഷെരീഫ് ചൗധരി ചില വിവാദ പ്രസ്താവന നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിൽ യജമാനനും അടിമയും തമ്മിലുള്ള ഒരു ബന്ധം പോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നത് മുസ്ലിങ്ങൾ അവിശ്വാസികളായ ആളുകളെ ചെങ്ങാതിമാരാക്കാൻ പാടില്ല എന്നും പറയുന്നു. അപ്പം ഇതൊരു വെറുതെ പറയുകയല്ല, വെറുതെ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ട് ആണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്. അതായത് അമുസ്ലിങ്ങളായ ആളുകളുമായി ചങ്ങാത്തം കൂടാൻ പാടില്ല. അപ്പോൾ അമുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾ, മുസ്ലിം മതത്തിലല്ലാതെ ഉള്ള ആളുകളെല്ലാം അവർ അവിശ്വാസികൾ എന്ന നിലയ്ക്കാണ് പാകിസ്ഥാൻകാർ കാണുന്നത്. അപ്പോൾ അതായത് കാഫിറുകൾ എന്ന് പറയും. അപ്പോൾ കാഫിറുകളുമായിട്ട് ഉള്ള ഈ ചെങ്ങാത്തം ശരിയായ നടപടിയല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിശ്വാസികളെ ആൾക്കാരെ ചെങ്ങാതിമാരാക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ടോ അങ്ങനെ ചെയ്താൽ നിങ്ങൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലല്ല, അതാണ് പ്രശ്നം. അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഈ താലിബാൻ മന്ത്രി ഇവിടെ രാജ്യത്തേക്ക് എത്തി, ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തി, നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച നടത്തിയിട്ട് പോയി. വലിയ ഒരു വാം വെൽക്കമാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ ഇനി ഇന്ത്യയിൽ നിന്ന് ഇതേ ചൗധരി തന്നെ ഇന്ത്യയിലേക്ക് വന്നാലും നമ്മൾ വാം വെൽക്കം ചെയ്യും. അത് നമ്മുടെ ഇന്ത്യയുടെ അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ഒരു ആപ്തവാക്യത്തിനനുസരിച്ച് നിൽക്കുന്ന നമ്മുടെ ഒരു സാംസ്കാരിക പൈതൃകമാണ്, നമ്മുടെ ലെഗസിയാണ് ശരിക്കും. അതനുസരിച്ച് നമ്മൾ ചെയ്യും. നമ്മുടെ അഫ്ഗാനിൽ നിന്ന് ആൾക്കാർ ഇവിടേക്ക് വരുന്നു, നമ്മുടെ അയൽ രാജ്യം തന്നെയല്ലേ. അപ്പോൾ അവർ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു, നമ്മളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഒരു വാം വെൽക്കം അത് കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒരു ആതിഥേയ മര്യാദയൊക്കെ കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികം അവർക്ക് തോന്നും നമ്മൾ ഒരേ DNA ആണ് എന്ന് പറയാനൊക്കെ അവർക്ക് തോന്നും. അത്രയ്ക്ക് മനോഹരമായി അതിഥികളെ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്ന, അതിഥികളെ കാണാൻ കഴിയുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന അവിശ്വാസികളെ നിങ്ങൾ സുഹൃത്തുക്കളാക്കാൻ പാടില്ല, അതോടൊപ്പം തന്നെ സംരക്ഷകരോ ആയി നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എവിടെയാണ്? മുസ്ലിങ്ങളുടെ കൂട്ടത്തിലില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവരെ കൂട്ടരുത്, നിങ്ങളെന്തായി മാറും? അപ്പോൾ ഈ പറയുന്ന നിങ്ങൾ ഇസ്ലാമിൻ്റെ കൂട്ടത്തിലില്ല എന്നാണ്. അതായത് ഈ പറയുന്ന ഇനിയും അത് കഴിഞ്ഞപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും താലിബാനെതിരായിട്ടുള്ള പ്രസ്താവന കൂടി അവർ നടത്തിപ്പോകുന്നുണ്ട്. താലിബാൻ ഭരണകൂടത്തിന് ഇസ്ലാമിക മൂല്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ആണ് ചൗധരി വ്യക്തമാക്കുന്നത്. സ്ത്രീകളോടും കുട്ടികളോടും അവർ ചെയ്യുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്നുള്ള കാര്യവും അവർ തുറന്നടിക്കുന്നു. എന്നാൽ സാധാരണ അഫ്ഗാൻ ജനങ്ങളെ താൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ലെന്നും താലിബാൻ ഭരണകൂടത്തിൻ്റെ പീഡനത്തിന് ഇരയാകുന്നവരാണ് അവരെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതായത് ഈ പറയുന്ന സ്ത്രീകളോടും കുട്ടികളോടും താലിബാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ, ഇതൊക്കെ അവരുടെ കൂട്ടത്തിൽ ഉള്ളതാണ്. താലിബാൻ്റെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പുറംലോകത്തിന് അറിയാം അല്ലേ? അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ഇസ്ലാമിക മൂല്യങ്ങളോട് ചേരുന്നതല്ല. എൻ്റെ പൊന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിലെ പ്രിയപ്പെട്ട ചൗധരി, നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഏത് ഇസ്ലാമിക മൂല്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യക്ക് നേരെ നുഴഞ്ഞുകയറ്റം നടത്തിയത്? ഇന്ത്യയിലെ പാക് ഒപ്പിക്കേട് കാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ തന്നെയും കാർഗിൽ വാർ ഇപ്പോൾ വിജയ ദിവസം നമ്മൾ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതു, ഈ പുൽവാമയിലേക്ക് നമ്മളെ ആക്രമിച്ചത് എന്തിൻ്റെ ബലത്തിലാണ്? കാശ്മീരിൽ നമ്മുടെ ഇവിടെ പോയിക്കൊണ്ടിരുന്ന വിനോദസഞ്ചാരികളെ അടക്കം ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്തിനാണ്? ഇതൊക്കെ ഏത് ഇസ്ലാമിക മൂല്യങ്ങളിൽ ഉൾപ്പെടുന്നതാണെന്ന് പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാർ വ്യക്തമാക്കണമെന്നേ.
പാകിസ്ഥാൻ മൂല്യങ്ങളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ നിങ്ങൾ പറഞ്ഞ് ഇന്ത്യയെ മനസ്സിലാക്കി തരേണ്ട കാര്യം അതല്ലേ? എത്ര ആവർത്തി ഇന്ത്യ അങ്ങോട്ട് കയറി നിങ്ങളെ അടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ സ്വസ്ഥ ജീവിതത്തെ, ഞങ്ങളുടെ സ്വൈര ജീവിതത്തിൻ്റെ മേലെ ചൊറിയാൻ കയറുമ്പോഴാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ രാജ്യത്തിനെതിരെ ഇന്ത്യ വാളെടുത്തിട്ടുള്ളത്. അല്ല എന്ന് പാകിസ്ഥാനിലുള്ള ഏതെങ്കിലും ഒരു പൗരന് പറയാൻ സാധിക്കുമോ? ഇന്ത്യ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടുണ്ടെന്നും ഇന്ത്യ നുഴഞ്ഞു കയറി പാകിസ്ഥാനിലേക്ക് അക്രമം നടത്തിയിട്ടുണ്ടെന്നും ഒക്കെ. ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന ഹിന്ദുസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ വേർപെട്ട് പോയതിന് ശേഷം ഈ പറയുന്ന നിരന്തര അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെയല്ലേ നിരന്തരമായി ഇന്ത്യയെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങോട്ട് വരുന്ന കഴിയുമ്പോൾ തിരിച്ചടിക്കും, അത് സ്വാഭാവികമായ ഒരു അക്രമമാണ്. കാശ്മീരിൽ നടത്തിയ ആ അക്രമത്തിൻ്റെ മറുപടിയായിട്ട് നമ്മൾ തിരിച്ചടിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ ഇങ്ങോട്ട് കയറി ഒരു രാജ്യത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും കളയുന്ന രീതിയിൽ ഇവിടേക്ക് കയറി നിങ്ങളുടെ കുറേ തീവ്രവാദ ഗ്രൂപ്പുകളെ വളർത്തിക്കൊണ്ട് രാജ്യത്തിന് മേലെ കടന്നുകയറ്റം നടത്തുന്നത് ഏത് ഇസ്ലാമികമായ രീതിയാണ് എന്നുകൂടി പാകിസ്ഥാൻ വ്യക്തമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്യുകയാണ്, ഇപ്പോൾ അഫ്ഗാനുമായി കൂട്ടുകൂടിയതിനെ ചോദ്യം ചെയ്യുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ ഇവർ ചെയ്യുന്നത്. എന്നാൽ ഇതിനകത്ത് വേറൊരു തന്ത്രപരമായ കാര്യമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞാൽ ഈ പറയുന്ന സ്ട്രാറ്റജിക് എൻസർക്കിൾമെൻ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഈ കിഴക്ക് ഇന്ത്യയാണ് വരുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച്, പടിഞ്ഞാറ് ഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ വരുന്നുണ്ട്. അപ്പം പറഞ്ഞതാ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഒരേ DNA ആണ് എന്ന് പറയുന്നു. അപ്പോൾ ഒരേ DNAയിൽപ്പെട്ട ഈ രണ്ട് രാജ്യങ്ങൾ ഒന്നിക്കുമ്പോൾ കിഴക്കും പടിഞ്ഞാറുമുള്ള രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് കൊണ്ട് ഒരു നയതന്ത്ര തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആ ഠാമുട്ട പോലെ കിടക്കുന്ന ഈ രാജ്യത്തെ പൊട്ടിച്ചെറിയാൻ വളരെ എളുപ്പമാണ് എന്നൊരു തോന്നലുണ്ടെന്നേ. അതൊരു ഭയമായി പാകിസ്ഥാൻ്റെ ഉള്ളിൽ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഒരു കൂട്ടുകെട്ടിനെ പാകിസ്ഥാൻ ഭയക്കുന്നു. അപ്പോൾ ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇവിടെ ഈ അഫ്ഗാനിലേക്ക് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില വികസന പരിപാടികളുണ്ട്, ഒരു നയതന്ത്ര ബന്ധങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ പാകിസ്ഥാന് ഇപ്പോൾ ഉള്ള ഒരു മേൽക്കൈയുണ്ടല്ലോ, അഫ്ഗാനിലേക്ക് ഞങ്ങൾക്ക് കുടിയേറ്റം നടത്താൻ കഴിയുമെന്ന് പറയുന്ന ഒരു രീതി. അപ്പോൾ അതിനെ ചെറുക്കുകയും അല്ലെങ്കിൽ അതിന് ഒരു വലിയ മങ്ങലേൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ കൂടുതൽ സ്വാധീനം ചെലുത്തുകയാണ്. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു നമ്മുടെ മഹാരാഷ്ട്രം അവിടെ പോയി നല്ലൊരു സ്വാധീനം ചെലുത്തുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ മുസ്ലിം രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കുമെന്ന് പറയുന്ന തോന്നൽ, അല്ലെങ്കിൽ പാകിസ്ഥാനെ താലിബാൻ പിന്തുണയ്ക്കുമെന്ന് പറയുന്ന ഒരു തോന്നൽ പാകിസ്ഥാന് നഷ്ടപ്പെടുന്നു. ഇതെല്ലാം ഭയപ്പാടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്താണെന്നറിയാം, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ലഷ്കർ ഇ തോയ്ബയൊക്കെ വളർത്തിക്കൊണ്ട് വന്നതല്ലേ, ജെയ്ഷ് ഇ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന പിന്നെ എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു നീക്കം നടത്തുക എന്ന് പറയുന്ന ആഗ്രഹമുണ്ട്, ഭയമുണ്ട്. കാരണം മനസമാധാനമായിട്ട് അവർ ജീവിക്കുന്നില്ലല്ലോ. മനസമാധാനമായിട്ട് ജീവിക്കാത്തതുകൊണ്ട് തന്നെ അവരുടെ മനസമാധാനക്കേട് ഉണ്ടാകുന്നുണ്ട്. മറ്റുള്ളവരുടെ മനസമാധാനം കളയുമ്പോൾ നമ്മുടെ മനസമാധാനം പോകുന്നതാണല്ലോ. പിന്നെ അതോടൊപ്പം ഇനിയും പിന്നെ അതിലെ ഈ പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ അതിർത്തിയായ അഫ്ഗാൻ അതിർത്തിയിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ, അതിൻ്റെ അസ്ഥിരതയെ ഇത് പിന്നെ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം, അതാണ് പറഞ്ഞത് മനസമാധാനം പോയി എന്ന് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ അഫ്ഗാനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാനെതിരായിട്ട് ഇന്ത്യ ഒരു സൈനിക നീക്കം നടത്തുമോ എന്നുള്ള നിലയിൽ. അപ്പം നോക്കിയോളൂ, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കൃത്യമായി രണ്ട് തരത്തിൽ അടി വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഇന്ത്യ അഫ്ഗാനെ സ്വാധീനിച്ചുകൊണ്ട് തിരിച്ച് പ്രഹരിക്കുമോ എന്നൊക്കെയുള്ള ഒരു ഭയം ഇങ്ങനെ അവരുടെ ഉള്ളിലുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കാം ഈ പറയുന്ന നമ്മുടെ നാട്ടിലേക്ക് ഇവർ വന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് അഫ്ഗാൻ പ്രതിനിധികൾ നമ്മുടെ രാജ്യത്തിലേക്ക്, അതായത് 2021 താലിബാൻ ഭരണം പിടിച്ചെടുത്തതിന് ശേഷം, അതായത് അഫ്ഗാൻ്റെ ഭരണം താലിബാൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് പിടിച്ചെടുത്തതിന് ശേഷം ഇവിടെ ഒരു പിന്നെ അതായത് ഇന്ത്യയും നമ്മുടെ രാജ്യങ്ങൾ തമ്മിൽ, ഇന്ത്യയും അഫ്ഗാനും തമ്മിലുള്ള ഒരു ഇടപെടലുകളിലൊക്കെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ പോരായ്മ ഉണ്ടായ സാഹചര്യത്തിൽ പരസ്പരം സഹകരിച്ച്, അല്ലെങ്കിൽ ഈ സന്ദർശനത്തിലൂടെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഡൽഹിയിലുള്ള പിന്നെ ഒരു അഫ്ഗാൻ്റെ എംബസിയിൽ അവരുടെ ഒരു ആളിനെ നിയമിക്കാനും, ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാനും അവർ തീരുമാനമാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പം അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായി കാബൂളിൽ ഇന്ത്യയുടെ താൽക്കാലിക ടെക്നിക്കൽ മിഷൻ, അപ്പോൾ താൽക്കാലികമായി ഒരുക്കിയിരിക്കുന്ന ഒരു ടെക്നിക്കൽ മിഷൻ അത് പൂർണ്ണ എംബസി എന്നുള്ള നിലയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം വ്യാപാരം, ട്രേഡിംഗ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു നീക്കം. പാകിസ്ഥാനുമായിട്ടുള്ള ചില വ്യാപാര ബന്ധങ്ങളൊക്കെ വലിയ മോശമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്.
അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യയുമായി അങ്ങനെ ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ ഡൽഹി, കാബൂൾ അമൃത്സർ മേഖലകളിൽ എയർ ഫ്രൈറ്റ് കോറിഡോർ എന്ന് പറയുന്ന ഒരു സംഭവം ആരംഭിക്കാൻ, ഒരു പുനരാരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഖനന മേഖലകളിൽ, അതായത് അഫ്ഗാൻ്റെ ഖനന മേഖലകളിൽ ഇന്ത്യൻ കമ്പനികളിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ ഈ അതിർത്തി കടന്നിട്ടുള്ള അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭീകരവാദത്തെ പിന്നെ ജയശങ്കറുമായി ചർച്ച നടത്തി, ജയശങ്കർ നമ്മുടെ വിദേശകാര്യ മന്ത്രിയുമായി. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് നയതന്ത്ര പ്രാധാന്യമുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ഈ കച്ചവടം ആയിട്ടാണെങ്കിലും സുരക്ഷയുമായി ബന്ധപ്പെട്ടാണെങ്കിലും നയതന്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ഏത് മേഖലയിലാണെങ്കിൽ തന്നെയും കൃത്യമായ തോതിൽ ഒരു വിശ്വാസം ഉറപ്പിക്കാനും സഹകരണം മെച്ചപ്പെടുത്താനും നിക്ഷേപങ്ങൾ മെച്ചപ്പെടുത്താനും ഒക്കെ ഈ ഇരു രാജ്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ ഇത് വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി ഇവർക്ക്, അതായത് പാകിസ്ഥാൻ ഉണ്ടാകുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഭയക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഉറക്കമില്ലാത്ത നാളുകളാണ് എന്ന് പറയേണ്ടി വരും. കാര്യം ഇത് രണ്ടും കൂടെ ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ കിഴക്കൊന്നും പടിഞ്ഞാറൊന്നും അടി കിട്ടുമല്ലോ എന്നോർത്തിട്ടുള്ള വല്ലാത്ത ഒരു ആശങ്കയിലാണ് ഇപ്പം പാകിസ്ഥാൻ. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രസ്താവനകളായി മാത്രം ഇതിനെ കണ്ടാൽ മതി.